നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായിസവും ഗോവിന്ദനിസവും ഒക്കെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി. പാർട്ടിക്കകത്ത് ഇനി അത് കാണിക്കാൻ നിൽക്കണ്ട, വില പോകില്ല എന്നുള്ള മുന്നറിയിപ്പ് വരുന്നു. എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയനെയും എം.വി. ഗോവിന്ദനെയും ഒതുക്കാനുള്ള ഒരു നീക്കം ശക്തമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പിണറായി വിജയനെയും എം.വി. ഗോവിന്ദനെയും ചവിട്ടി പുറത്താക്കാൻ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ CPM-ൽ തലപൊക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ. ഇനിയും ഇരുവരും നേതൃത്വത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ CPM-നെ പാതാള കുഴിയിലേക്ക് തള്ളും. ഒരിക്കലും തല ഉയർത്താൻ കഴിയാത്ത വിധത്തിൽ ഈ പാർട്ടിയെ നാമാവശേഷമാക്കും എന്നാണ് പാർട്ടിയിലെ വലിയൊരു കൂട്ടം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഒതുക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. എം.എ. ബേബി ഇപ്പോൾ ഒരു പുതിയ കൂട്ടം ഉയർന്നു വന്നിരിക്കുന്നവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് എം.എ. ബേബി പിന്നിലുണ്ട്. താമസിയാതെ പിണറായിയുടെയും ഗോവിന്ദന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള സൂചനകളാണ് വരുന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറി കസേരയിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നും ഇരുവരും അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയില്ല. പ്രിവിലേജ് രണ്ടുപേർക്കും വേണമല്ലോ. കാരണം പാർട്ടിയിലാണെങ്കിലും ഒരു പ്രിവിലേജ് ഇല്ലാതെ അങ്ങോട്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല. അധികാരത്തിന്റെ ഒരു ചെങ്കോൽ ഞങ്ങൾക്ക് വേണമെന്നുള്ള ധാർഷ്ട്യം ഇരുവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇങ്ങനെ അധികാര കസേരകളിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഇനിയും ഈ പണി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ ഒരു കൂട്ടം ഉയർന്നു വരുമ്പോൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ തന്നെ CPM-ൽ വലിയൊരു പുകച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗോവിന്ദനും പിണറായി വിജയനും വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചില വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ എം.എ. ബേബിയുടെ അനുഗ്രഹാശിസുകളോടെ നേതാക്കളുടെ പുതുചേരി. പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെയും നിലപാടുകളെ പാർട്ടിക്കകത്ത് തുറന്നെതിർത്താണ് പുതുവിഭാഗം ശക്തിപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ നിയമസഭയ്ക്കകത്ത് തിരുത്തും രീതിയിലുള്ള പരസ്യ നിലപാട് വരെ ഇതിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കുന്നവരും കുറവല്ല. കീഴ്ഘടകങ്ങളെ മറികടന്നുള്ള തളിപ്പറമ്പിലെ എം.വി. ഗോവിന്ദന്റെ ഭാര്യയായ P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വീഴ്ച ഏറ്റുപറഞ്ഞത് സംസ്ഥാന നേതൃത്വം ശരിവെച്ചു. ഇത്രയും വിശദീകരിച്ചാണ് എം.എ. ബേബി എം.വി. ഗോവിന്ദനെതിരായ ഉൾപാർട്ടി വിമർശനത്തിന് അടിവരയിട്ടത്. മലപ്പുറത്ത് EMSന്റെ ലോകം ദേശീയ സെമിനാറിൽ CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു നിർത്തിയതിന് പിന്നാലെ എം.വി. ഗോവിന്ദനെയും പിണറായി വിജയനെയും ഒരേ സ്വരത്തിൽ തള്ളിപ്പറഞ്ഞു. ഏതെങ്കിലും വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യമാണ് ചൂണ്ടിക്കാണിച്ചത് എന്നായിരുന്നു എം.വി. ഗോവിന്ദന്റെ വിശദീകരണം. വ്യക്തിപരമായ വീഴ്ച ഉണ്ടായി എന്ന പരാമർശം ഉണ്ടായിട്ടില്ല എന്നും പിണറായി വിജയനും പറഞ്ഞിരുന്നു. എം.വി. ഗോവിന്ദനും പിണറായി വിജയനും തിരുത്തണം, നേതൃമാറ്റം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടേക്കില്ല എന്ന തിരിച്ചറിവിൽ കൂടിയാണ് CPM-ൽ പുതുചേരി ശക്തിപ്പെടുന്നത്. P. രാജീവും M. സ്വരാജും K.N. ബാലഗോപാലും അടക്കമുള്ള നേതാക്കൾ മുൻനിരയിൽ. E.P. ജയരാജനും P.K. ശ്രീമതിയും P. ജയരാജനും അടക്കം വലിയൊരു നിര തന്നെ പിന്നണിയിലുമുണ്ട്. പ്ലീനം വിളിക്കണമെന്ന ആവശ്യം വിപുലീകൃത സംസ്ഥാന സമിതിയിലേക്ക് ഒതുക്കിയതുപോലും അധികാരമാറ്റ ആവശ്യം മുന്നിൽ കണ്ടാണ് എന്നാണ് വിവരങ്ങൾ. അതേസമയം പാർട്ടിക്കകത്തും പുറത്തും എതിർക്കേണ്ടിടത്ത് എതിർക്കുമെന്നും ഇനിയൊരു ആനുകൂല്യം പിണറായിക്ക് പോലും കിട്ടില്ല എന്നുള്ള വ്യക്തിപരമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്തും ഉണ്ടായത്. സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ K.N. ബാലഗോപാൽ വിമർശിക്കുമ്പോൾ പിണറായി എതിർസ്വരം ഉയർത്തുന്നതും ഉടൻ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഭരണപക്ഷം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കേണ്ടതില്ല എന്ന് അതേ സ്വരത്തിൽ ബാലഗോപാൽ പിണറായിക്ക് മറുപടി നൽകുന്നതിനും സഭ സാക്ഷിയായി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ഇടതുമുന്നണി ചേരാത്തതിന് പോലും കാരണം CPM-ലെ ഈ ചേരിതിരിവാണെന്ന് ഘടകകക്ഷികളും മുറുമുറുപ്പ് പറയുന്നു. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്കൊടുവിൽ ഓഗസ്റ്റിലാണ് വിപുലീകൃത സംസ്ഥാന സമിതി. നേതൃമാറ്റ ആവശ്യം നടന്നാലും ഇല്ലെങ്കിലും പുതുചേരി ഉയർത്തിയ കലാപക്കൊടി വരും സംസ്ഥാന സമ്മേളനങ്ങളിൽ അധികാരം മാറ്റത്തിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും മാറി നിൽക്കണമെന്ന വലിയ അഭിപ്രായമാണ് പാർട്ടിക്കകത്തുള്ളത്. പരാജയത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ ഒരു പുതിയ മുഖം വേണം. 75 വയസ്സ് പിന്നിട്ടവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന പാർട്ടി നയം പിണറായിയുടെ കാര്യത്തിൽ മാത്രം പൊളിച്ചെഴുതുകയായിരുന്നു. ആ പൊളിച്ചെഴുത്തിനെ ഇപ്പോൾ വലിയ രീതിയിലാണ് എല്ലാവരും വിമർശിക്കുന്നത്. കാരണം പിണറായി വിജയനെ എതിർക്കാൻ ആളില്ലായിരുന്നല്ലോ ഇതുവരെ. PB എന്നാൽ പിണറായി വിജയൻ ആയിരുന്നല്ലോ. എതിർക്കാനോ വിമർശിക്കാനോ ആരുമില്ല. അതുകൊണ്ട് തന്നെ പിണറായി ഞാനാണ് സർവാധിപൻ എന്നുള്ള അഹങ്കാരത്തിലായിരുന്നു.
എന്നാൽ ഇപ്പോൾ അതില്ല. ഇപ്പോൾ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് നേതാക്കൾ എതിർ ശബ്ദം ഉയർത്തുന്നത്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ മാത്രം പാർട്ടിയെയും ഭരണത്തെയും നയിക്കുന്നു എന്ന ആക്ഷേപം മുൻപ് മുതലുണ്ടായിരുന്നു. അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നു വന്നിരുന്നു. തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നായിരുന്നു PBയിലും ആവശ്യമുയർന്നത്. കണ്ണൂർ ലോബിയുടെ ആധിപത്യം അവസാനിപ്പിച്ച് CPMനെ കേരളത്തിൽ ഉടനീളം സജീവമാക്കാൻ ബാലഗോപാലിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് നേതാക്കൾ വാദിച്ചിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താനുള്ള നീക്കം CPM തുടങ്ങിയ സമയത്തൊക്കെ ബാലഗോപാലിന് വേണ്ടി വലിയ രീതിയിൽ മുറവിളി ഉയർന്നിരുന്നു. സൗമ്യമായ പെരുമാറ്റവും എന്നാൽ വിഷയങ്ങളിൽ കണിശമായ നിലപാടുമുള്ള ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ തിളങ്ങാൻ പ്രാപ്തനാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വ്യക്തമാക്കിയതുമാണ്. VD സതീശനെ പോലെ പാർലമെന്ററി കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു നേതാവിനെ നേരിടാൻ ബാലഗോപാലിനെ പോലെയുള്ള ഒരു മികച്ച വാഗ്മി അനിവാര്യമാണെന്ന് പാർട്ടി കൂട്ടായ ഒരു തീരുമാനമെടുത്തിരുന്നു. പാർട്ടിയെ അടിമുടി അഴിച്ചുപണിയാൻ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെടുകയായിരുന്നു. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഭരണശൈലിയും അഹങ്കാരവുമാണ് പരാജയത്തിന് കാരണമെന്ന പ്രാഥമിക വിലയിരുത്തലിൽ വരെ കേന്ദ്ര കമ്മിറ്റി എത്തിയിരുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പാർട്ടി സംവിധാനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പഴയ രീതിയിലേക്ക് മടങ്ങണം എന്നുള്ള ആവശ്യവും CPMകാർ ഉയർത്തിയിരുന്നു. ഇതുമാത്രമല്ല CPI ഉൾപ്പെടെയുള്ള മുന്നണി പങ്കാളികൾക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കണമെന്ന് ആവശ്യവും ഉയർന്നിരുന്നു. എന്നാൽ അതിനെല്ലാം പൊളിച്ചെടുത്തുകൊണ്ടായിരുന്നു ഞാൻ തന്നെ ക്യാപ്റ്റൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് കയറിയിരുന്നത്. ഇതിൽ വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു. ഇന്നിപ്പോൾ വീണ്ടും പിണറായിക്കെതിരെയാണ് പടയൊരുങ്ങുന്നത്. പിണറായി മാറി നിൽക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുകയാണ്. കാരണം നിയമസഭയിൽ ഭരണപക്ഷത്തെ അടിച്ചിരുത്താനുള്ള ഒരു കെൽപ്പ് പിണറായിക്ക് ഇപ്പോഴില്ല എന്ന് എല്ലാവരും പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ സഭ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ VD സതീശന് മുൻപിൽ അടിയറവ് പറയുന്ന ഒരു പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതിനു മുൻപ് കേരളം ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പിണറായി വിജയനെ കണ്ടിട്ടില്ല. ഭരണപക്ഷത്തിരുന്നപ്പോൾ സർവ അധികാരവും ഉണ്ടായിരുന്ന കാലത്ത് പിണറായി വിജയൻ പ്രതിപക്ഷത്തെ അന്നത്തെ UDFനെ നിലംപരിശാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പിണറായിക്ക് ആ കെൽപ്പില്ല. പിണറായി അടപടലം വീണിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇപ്പോഴും അത് അംഗീകരിക്കാൻ പിണറായി തയ്യാറല്ല. എനിക്കൊരു പ്രിവിലേജ് വേണം, എനിക്ക് അധികാരം തന്നെ വേണം, അതിപ്പോൾ പ്രതിപക്ഷത്തായാലും പ്രതിപക്ഷ നേതാവിന്റെ കസേര എനിക്ക് എന്നുള്ള ധാർഷ്ട്യം പിണറായി പുറത്തെടുത്തു. ഇതോടെയാണ് പിണറായിക്കെതിരെ ഇപ്പോൾ വലിയൊരു കൂട്ടം പട CPMൽ തന്നെ ഒരുങ്ങുന്നു. പക്ഷേ കഴിഞ്ഞ തവണ നിയമസഭയിൽ പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞത്? അതായത് VD സതീശൻ ചാടി എഴുന്നേറ്റ് പ്രതിപക്ഷത്തിന്റെ ഐക്യമില്ലായ്മയെ പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള വലിയ ആവശ്യം യോഗങ്ങളിൽ ഉയർന്നു എന്നൊക്കെ VD സതീശൻ വിമർശിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പിണറായി പറഞ്ഞത് ഞങ്ങൾ കൂട്ടായി നിൽക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഇടയിൽ ചേരിതിരിവില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ശരിക്കും ചേരിതിരിവുണ്ട്. പിണറായിയെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വസ്തുതകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.